ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സിവിൽ വ്യോമയാന ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സൌഹൃദ രാജ്യങ്ങൾ തമ്മിൽ പ്രവർത്തന സഹകരണം വർദ്ധിപ്പിക്കുകയാണ് തരംഗശക്തി വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 50% ഉയർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനമന്ത്രിമാരുടെ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. ബംഗ്ലാദേശിൽ ഭരണഘടന ഉൾപ്പെടെ 6 സുപ്രധാന മേഖലകളിൽ സമഗ്ര മാറ്റത്തിനായി കമ്മീഷനുകളെ പ്രഖ്യാപിച്ച് ഇടക്കാല സർക്കാർ. ജമ്മുകാശ്മീരിൽ 3ാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വാർത്തകൾ വിശദമായി. സിവിൽ വ്യോമയാനം സംബന്ധിച്ച 2ാമത്തെ ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. എല്ലാ അംഗരാജ്യങ്ങളും ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചതായി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. വ്യോമയാന രംഗത്തെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തി പുതിയ ഉയരങ്ങളിലെത്തിക്കുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള മാർഗരേഖയാണ് ഡൽഹി പ്രഖ്യാപനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനം സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് സ്വിറ്റ്സർലൻഡിലെത്തും. ഇന്ത്യയുമായി സജീവമായി ഇടപെടുന്ന അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളുമായും പ്രതിനിധികളുമായും ജനീവയിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുന്നതിന് അദ്ദേഹം സ്വിസ് വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. സൌദി അറേബ്യ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ശ്രീ ജയശങ്കർ സ്വിറ്റ്സർലൻഡിലെത്തുന്നത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 3ാമത്തതും അവസാനത്തതും ആയ ഘട്ടമാണിത്. ഇന്നലെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായി ചർച്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസയും അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ 70 വയസ്സിൽ മേൽ പ്രായമുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ഗുണഭോക്താക്കളുടെ വരുമാനം പരിഗണിക്കാതെയാണിത്. 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സയാണ് മുതിർന്ന പൌരന്മാർക്ക് ഇതുവഴി ലഭിക്കുന്നത്. ഇതിലൂടെ 6 കോടി മുതിർന്ന പൌരന്മാർക്ക് ഗുണമുണ്ടാകും. രാജ്യത്തെ 4.5 കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അർഹരായവർക്ക് ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയുടെ പുതിയ കാർഡ് ലഭിക്കും. കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിനുള്ള മിഷൻ മോസം പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 2000 കോടി രൂപയാണ് അടുത്ത 2 വർഷത്തേക്ക് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത്. ഭൌമശാസ്ത്ര മന്ത്രാലയം നടപ്പാക്കുന്ന മിഷൻ മോസം പദ്ധതി രാജ്യത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഗവേഷണം ശക്തമാക്കുകയും മികച്ച സേവനം പ്രാപ്യമാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. കാർഷികം, ദുരന്ത പ്രതികരണം, പ്രതിരോധം, പരിസ്ഥിതി, വ്യോമയാനം, ജലവിഭവം, ഊർജ്ജം, ടൂറിസം, ഷിപ്പിംഗ്, ഗതാഗതം, ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ പദ്ധതി പ്രയോജനപ്പെടും. സൌഹൃദ രാജ്യങ്ങൾ തമ്മിൽ പ്രവർത്തന സഹകരണം വർദ്ധിപ്പിക്കുകയാണ് തരംഗശക്തി വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഇന്ത്യ പ്രതിരോധ വ്യോമയാന പ്രദർശനം ഐഡാക് 2024 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. तरंग शक्ति के माध्यम से हमने अपनी पार्टनर कंट्रीज के साथ अपने डिफेंस टाइज को और भी मजबूत किया है. आज के समय में जब दुनिया में एक दूसरे से आगे निकलने की होड़ लगी हुई है, कई स्थानों पर तो अलग अलग देशों के बीच लगातार युद्ध चल रहे हैं. इन विकट परिस्थितियों में भारत का लक्ष्य यही है कि हम एक दूसरे का हाथ पकड़कर एक साथ चलेंगे. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ബഹിരാഷ്ട്ര വ്യോമാഭ്യാസം തരംഗശക്തി ജോധ്പൂരിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഐഡാക്സ് 2024 സംഘടിപ്പിക്കുന്നത്. ഇന്ന് മുതൽ 14-ാം തീയതി വരെയാണ് പ്രദർശനം. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17 ആണ്. 40 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള 3ാം ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ 1 നടക്കും. 1, 2 ഘട്ടങ്ങൾ സെപ്റ്റംബർ 18, 25 തീയതികളിലും നടക്കും.
ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ആം ആദ്മി പാർട്ടിയുടെ 6ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 19 സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. 90 അംഗ നിയമസഭയിലേക്ക് ഒക്ടോബർ 5-നാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 15ാം ധനകാര്യ കമ്മീഷന് നൽകിയ നിവേദനത്തിൽ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 50% ഉയർത്തണമെന്നാവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനായി ചേർന്ന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം നൽകണമെന്ന ആവശ്യത്തിന് പ്രസക്തിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. Kerala had demanded in its memorandum to the 15th Finance Commission that the preceding share of taxes distributed to the states need to be raised to 50% of the net proceeds, considering the persisting vertical fiscal imbalance between the taxing powers and expenditure obligations of the Union and the states. ധനമന്ത്രി KN ബാലഗോപാലിനൊപ്പം തെലങ്കാന, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. കുടിവെള്ള പൈപ്പ് ലൈനിലെ ജോലിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ദിവസങ്ങളോളം കുടിവെള്ളം മുടങ്ങിയ പശ്ചാത്തലത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം നടക്കുന്നു. ജോയിന്റ് MD, ടെക്നിക്കൽ മെമ്പർ, ചീഫ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ വീഴ്ച ആവർത്തിക്കാതിരിക്കാനുള്ള പൊതുമാനദണ്ഡം തയ്യാറാക്കുന്നതിനുള്ള പ്രാഥമിക അവലോകനം നടത്തും. സംസ്ഥാനതല പട്ടയമേള വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ മന്ത്രിമാരായ K രാജൻ, P രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ഗണേശോത്സവ ട്രസ്റ്റിന്റെയും ശിവസേനയുടെയും നേതൃത്വത്തിലുള്ള ഗണേശോത്സവ സമാപന ഘോഷയാത്ര ഇന്ന് വൈകിട്ട് 4-ന് നഗരത്തിലെ പഴവങ്ങാടിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ശംഖുമുഖത്തേക്ക് ഉള്ള നിമഞ്ജന ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്രയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. ബംഗ്ലാദേശിൽ ഭരണഘടന, ജുഡീഷ്യറി, പോലീസ് ഉൾപ്പെടെ 6 പ്രധാന മേഖലകളിൽ പരിഷ്കാരം കൊണ്ടുവരാൻ കമ്മീഷനുകളെ നിയമിക്കാൻ ഇടക്കാല സർക്കാർ തീരുമാനിച്ചു. കമ്മീഷനുകളെ നയിക്കാൻ 6 പ്രഗത്ഭരായ വ്യക്തികളെ നിയമിച്ചതായും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് പറഞ്ഞു. അടുത്ത മാസം 1 മുതൽ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ വ്യാപാരം നേട്ടത്തിൽ പുരോഗമിക്കുന്നു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 167 പോയിന്റ് നേട്ടത്തിൽ 81,609-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 68 പോയിന്റ് നേട്ടത്തിൽ 24,987-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 53,640 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 6,705 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി K സുബ്രഹ്മണ്യ അയ്യർ, അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാം ശ്രീകുമാർ മുഖത്തല, വാർത്താ വിഭാഗം മേധാവി മയുഷ AM എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം മേധാവി V ശിവകുമാർ സന്നിഹിതനായിരുന്നു. തുടർന്ന് വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി. 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ തുടക്കമായി. ആദ്യ ദിനം ഇന്ത്യ മൊറോക്കോയെ 4-0 തോൽപ്പിച്ചു. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ജമൈക്കയെയും പരാജയപ്പെടുത്തി. R പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി, പെൻറ്റാല ഹരികൃഷ്ണ, അർജുൻ എർഗേസി എന്നിവരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ജയം നേടിയത്. വനിതാ വിഭാഗത്തിൽ വൈശാലി, താനിയ സച്ദേവ്, ദിവ്യ ദേശ്മുഖ് എന്നിവർ ജയിച്ചപ്പോൾ വന്തിക അഗർവാൾ സമനില വഴങ്ങി. 1800-ലധികം കളിക്കാർ പങ്കെടുക്കുന്ന കായിക മാമാങ്കം 12 ദിവസം നീണ്ടു നിൽക്കും. ഓപ്പൺ വിഭാഗത്തിൽ 193 ടീമുകളും വനിതാ വിഭാഗത്തിൽ 181 ടീമുകളും മത്സരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സിവിൽ വ്യോമയാന ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സൌഹൃദ രാജ്യങ്ങൾ തമ്മിൽ പ്രവർത്തന സഹകരണം വർദ്ധിപ്പിക്കുകയാണ് തരംഗ് ശക്തി വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 50% ഉയർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനമന്ത്രിമാരുടെ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. ബംഗ്ലാദേശിൽ ഭരണഘടന ഉൾപ്പെടെ 6 സുപ്രധാന മേഖലകളിൽ സമഗ്ര മാറ്റത്തിനായി കമ്മീഷനുകളെ പ്രഖ്യാപിച്ച് ഇടക്കാല സർക്കാർ.
ജമ്മു കാശ്മീരിൽ 3ാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.